ഇനി നമുക്ക് മുട്ട വെച്ചൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ തേങ്ങ, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല ബ്രൗൺ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പം അരിപ്പൊടി ഒരിച്ചിരി വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലോട്ട് പിന്നെയും എണ്ണ ഒഴിക്കാം. എന്നിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ബുൾസയാണ് വേണ്ടത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും കുരുമുളകും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുക്കായി വരുമ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. എല്ലായിടത്തേക്കും പരത്താം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്നുമില്ല, നമ്മുടെ ചൂട് ചോറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക, കഴിക്കാം. ഇത് തേങ്ങാപ്പാലിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് നല്ല രസമാണ് കഴിക്കാൻ. ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.